ഹലോ നമസ്കാരം, എല്ലാവർക്കും വീണ്ടും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഒരു ഇൻസ്റ്റൻറ്റ് ദോശ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഓട്സും ചീരയും വെച്ചിട്ട് ഒരു ഫൈബർ റിച്ച് ആയിട്ടുള്ളൊരു ദോശ, അതിൻ്റെ കൂടെ ഒരു അടിപൊളി ചട്നിയുടെ റെസിപ്പിയും കൂടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഞാനൊരു 1/4 കപ്പ് റോൾഡ് ഓട്സ് എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകിയെടുത്തു. ഒരു 2 പ്രാവശ്യമെങ്കിലും കഴുകിയെടുക്കുക. എന്നിട്ട് അതിലേക്ക് വേവിച്ച് ചീരയാണ് ചേർത്ത് കൊടുക്കണേ. ഒരു വാളൻ ചീര എടുത്തിട്ട് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് 2 മിനിറ്റ് വേവിക്കുക. എന്നിട്ട് ആ വെള്ളത്തോടു കൂടി തണുത്ത ശേഷം ഓട്സിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 10 to 15 മിനിറ്റ് ഓട്സ് സോക്ക് ചെയ്യാൻ വെക്കാം. റോൾഡ് ഓട്സ് ആയതുകൊണ്ട് ഒരു 5 മിനിറ്റിനുള്ളിൽ അത് കുതിർന്ന് കിട്ടും. ഇനി അതിലേക്ക് ഒരു ചെറിയ ഉള്ളി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എരിവിന് ഒരു പച്ചമുളക്, പിന്നെ ഒരു നുള്ളു ജീരകം കൂടി ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് ഇളക്കിയിട്ട് ഒരു 10 മിനിറ്റ് നമുക്ക് ഓട്സ് ഒന്ന് സോക്ക് ചെയ്തെടുക്കാം. ഇതെല്ലാം മിക്സ് ആയിട്ടുണ്ട്. ഓട്സ് അരയ്ക്കുമ്പോൾ ഞാൻ തൈര് കൂടി ചേർക്കേണ്ട, അത് ഞാൻ പറയാം. ഇതൊന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് ചട്നിയുടെ പരിപാടി നോക്കാം. അപ്പോൾ ഇന്ന് ഞാൻ സവാള തക്കാളിയുടെ ചട്നിയാണ് ചെയ്യണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മീഡിയം സൈസ് സവാള, ഒരു ചെറിയ തക്കാളി, 2-3 അല്ലി വെളുത്തുള്ളി, ഒരു സ്പൂൺ കടലപ്പരിപ്പ്, 2 ടേബിൾ സ്പൂൺ തേങ്ങ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ കടലപ്പരിപ്പ് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ ഒരു സ്പൂണും കൂടിയും തേങ്ങ ആഡ് ചെയ്യുക. 3 ടേബിൾ സ്പൂൺ തേങ്ങ എടുക്കാം. ഇനി ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് ചൂടാകുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ അല്ലെങ്കിൽ നല്ലെണ്ണ, എള്ളെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഏതായാലും കുഴപ്പമില്ല. എന്നിട്ട് നമുക്ക് ഇതെല്ലാം ഒന്നിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള ഇട്ടൊന്ന് ഇളക്കിയ ശേഷം നമുക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കണം. വലിയ വെളുത്തുള്ളി ആണെങ്കിൽ ചെറിയ ചെറിയ പീസസ് ആയിട്ട് മുറിച്ചിട്ട് കൊടുക്കുക. പിന്നെ കടലപ്പരിപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിൻ്റെ കളറൊന്ന് മാറി വരണം. സവാളയുടെ കളറൊന്ന് മാറി വരുമ്പോൾ നമുക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. എരിവ് കൂടുതൽ വേണമെങ്കിൽ ഒരെണ്ണം കൂടിയും ചേർത്ത് കൊടുക്കാം. പിന്നെ തക്കാളിയും കൂടിയും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് വഴണ്ട് കിട്ടാൻ കുറച്ച് സമയം എടുക്കും, കാരണം നമ്മൾ എണ്ണ വളരെ കുറവാണ് ചേർത്തത്. അപ്പോൾ പെട്ടെന്ന് തന്നെ വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി അതിലേക്ക് ഞാനൊരു 1/4 സ്പൂണിന് പകുതി മതി ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തു. ഇതെല്ലാം ഒന്ന് ഇളക്കിയ ശേഷം തേങ്ങ ചേർത്ത് കൊടുക്കണം. തേങ്ങ ഇട്ടിട്ട് അധിക സമയമൊന്നും ഇത് വഴറ്റി കൊടുക്കുകയൊന്നും വേണ്ട. ഒരു 10-20 സെക്കൻഡ് ഇളക്കി കൊടുത്ത ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കണം. തണുത്ത ശേഷം വേണം ഗ്രൈൻഡർ ജാറിലേക്ക് ഇട്ടിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുക്കാൻ. നല്ല ഫൈൻ പേസ്റ്റായിട്ടൊന്നും അറിയണ്ട, കുറച്ച് തരിതരിപ്പോട് കൂടി അരച്ചെടുക്കുക. അപ്പോൾ ഇതായിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് മാറ്റി വയ്ക്കാം. ഇനി ഒരു ജാറിലേക്ക് സോക്ക് ചെയ്ത് വെച്ച ഓട്സ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഞാനിതിലേക്ക് തൈര് ചേർക്കേണ്ടെന്ന് പറഞ്ഞു. തൈര് ചേർത്താൽ ദോശയ്ക്ക് കുറച്ചുകൂടി പൊളിപ്പും ടേസ്റ്റും കൂടും. ഓട്സ് തന്നെയാണെങ്കിൽ ദോശ കുറച്ച് മേലെ ഡ്രൈ ആയിരിക്കും. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഇതൊരു പെർഫെക്റ്റ് ലോ കാലറി ഫൈബർ റിച്ച് ദോശയാണ്. നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ലഞ്ചായിട്ടോ അല്ലെങ്കിൽ ഡിന്നറായിട്ടോ കൂടി ഇത് കഴിക്കാം. അപ്പോൾ ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഓട്സ് ആയതുകൊണ്ട് ബാറ്റർ നല്ല വഴുവഴുപ്പായിരിക്കും, കാരണം നമ്മൾ വേറെ ഒന്നും ചേർക്കണില്ല, ഉഴുന്നൊന്നും ചേർക്കണില്ല. അത് കാരണം അത് ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് പാടായിരിക്കും. അപ്പോൾ ദോശ ചുട്ടെടുക്കുന്ന സമയത്ത് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് ബാറ്റർ ലൂസാക്കിയിട്ട് വേണം ചുട്ടെടുക്കാൻ, അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും. അപ്പോൾ ഇതൊന്ന് ഇളക്കിയിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ചട്നി അരച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ മല്ലിയിലയും പുതിനയൊക്കെ ചേർക്കാം. മല്ലിയിലയുടെയും പുതിനയുടെയൊക്കെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് അതും കൂടിയും ചേർത്ത് കൊടുത്താൽ കുറച്ചും കൂടിയും ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം ഒരു ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കൺസിസ്റ്റൻസിയിൽ അരച്ചെടുക്കുക, വല്ലാതെ അരഞ്ഞു പോകാതെ ഇതുപോലെ എടുക്കുന്നതാണ് കുറച്ചും കൂടിയും ടേസ്റ്റി. ഇനി ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് നമുക്ക് കടുക് വറുത്തെടുക്കണം. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ അല്ലെങ്കിൽ നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഒരു ടീസ്പൂൺ നല്ലെണ്ണ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു 1/4 ടീസ്പൂൺ
കടുക് ഇട്ട് കൊടുക്കണം. അപ്പോൾ എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ വറ്റൽമുളകും കറിവേപ്പിലും ഇട്ടിട്ട് ഒരു നുള്ള പെരുങ്കായത്തിൻ്റെ പൊടിയും കൂടിയും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അരച്ച് വെച്ച ചട്നി അതിലേക്ക് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ വെയിറ്റ് ലോസിന് ഏറ്റവും ഹെൽപ്പ് ചെയ്യണ ഒരു ഗ്രെയിനാണ് ഓട്സ്. കഴിക്കാൻ ഒട്ടും ടേസ്റ്റ് ഇല്ലാത്തതും ഈ ഓട്സാണ്. അപ്പോൾ എന്നും ഒരുപോലത്തെ റെസിപ്പി ഫോളോ ചെയ്യാതെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓരോ ദിവസവും ട്രൈ ചെയ്യുക. അപ്പോൾ ഒട്ടും മടുപ്പ് വരില്ല നമുക്ക് ഓട്സ് കഴിക്കാൻ. പിന്നെ വെയിറ്റ് ലോസ് ടൈമിൽ നല്ല പോലെ ഫൈബർ ഇൻടേക്ക് ചെയ്യണം, എന്നാലാണ് നമ്മുടെ പ്രോപ്പർ വെയിറ്റ് ലോസ് നടക്കുള്ളൂ. അപ്പോൾ ഓട്സിലും ചീരയിലൊക്കെ നന്നായിട്ട് ഫൈബർ ഉണ്ട്. പിന്നെ അതുകൂടാതെ നിങ്ങൾ ഫ്ലാക്സ് സീഡും ചിയ സീഡും നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചട്നി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം. അതിന് വേണ്ടി ഒരു തവ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് സമയം പുറത്ത് വെച്ചപ്പോഴേക്കും നമ്മുടെ ബാറ്റർ നല്ല കട്ടിയായിട്ടുണ്ട്. അപ്പോൾ ഇത് ഇനി ലൂസാക്കി എടുക്കാൻ വെള്ളം ഒഴിച്ച് കൊടുക്കണം. കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് ലൂസാക്കി എടുക്കാം. അപ്പോൾ ചിയ സീഡും ഫ്ലാക്സ് സീഡും കഴിക്കണതിൽ പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, അതായത് എപ്പോൾ എങ്ങനെ എത്ര ക്വാണ്ടിറ്റി ഒരു ദിവസം കഴിക്കുക എന്നതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ റിപ്ലൈ തരാം. ബാറ്റർ ലൂസായില്ലെങ്കിൽ തവയിൽ ഇത് ഒട്ടിപ്പിടിക്കും. അപ്പോൾ നമുക്ക് ദോശ പരത്തിയെടുക്കുന്ന സമയത്ത് നല്ല ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് ദോശ ചുട്ടെടുക്കാൻ. വളരെ തിന്നായിട്ട് പരത്തി ദോശ ചുട്ടെടുക്കാം. ഇനി അതിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നെയ്യ് അല്ലെങ്കിൽ നല്ലെണ്ണ ആയാലും വേണമെങ്കിൽ ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ ഒരു സൈഡ് ആയിട്ടുണ്ട്. ഇനി മറിച്ചിട്ട് കൊടുക്കുക. നോർമൽ അരിദോശ അല്ലെങ്കിൽ ഗോതമ്പ് ദോശ ആവണേലും കുറച്ചും കൂടി സമയം എടുക്കും ഈ ഓട്സ് ദോശ റെഡിയായി കിട്ടാൻ. അപ്പോൾ നമ്മുടെ ഫൈബർ റിച്ച് ഹെൽത്തി ഓട്സ് സ്പിനാച്ച് ദോശ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തിട്ടാലാണ് നമ്മുടെ അപ്കമിങ് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും ഹെൽത്തി ആൻഡ് ഹാപ്പി ആയിട്ടിരിക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.